കഴിഞ്ഞ ജൂലൈ 7 മുതൽ കേരളത്തിലെ റവന്യൂ, സർവേ, ഭവന നിർമ്മാണ വകുപ്പുകളുടെ പൊതുവായ കാര്യങ്ങളെ ഏകോപിപ്പിക്കാനും ഭരണരംഗത്ത് അതിവേഗം അതിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്നതിനും വേണ്ടി റവന്യൂ സെക്രട്ടേറിയറ്റ് എന്നൊരു സംവിധാനത്തെ കേരളത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ റവന്യൂ, സർവേ, ഭവന നിർമ്മാണ വകുപ്പുകൾ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ റവന്യൂ മന്ത്രി അധ്യക്ഷനായി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ലാൻഡ് ബോർഡിൻ്റെ റവന്യൂ കമ്മീഷണറും സർവേ ഡയറക്ടറും നമ്മുടെ ILDMൻ്റെ ഡയറക്ടറും ഹൗസിംഗ് ബോർഡിൻ്റെ കമ്മീഷണറും ലാൻഡ് ബോർഡിൻ്റെ സെക്രട്ടറിയും കെസ്നിക് എന്ന് പറയുന്ന സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കമ്മീഷനും അടക്കമുള്ള ആളുകളുടെ ഒരു സെക്രട്ടേറിയറ്റ് രൂപീകരിച്ച് എല്ലാ ആഴ്ചയിലും ഒരു തവണ യോഗം ചേരുക എന്ന വിധത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും എന്നാണ് ഞങ്ങൾ തീരുമാനിച്ച രീതി. ഇത്തവണ മാത്രം ജില്ലകളിലെ MLA-മാരുടെ യോഗം ILDMൽ വിളിച്ചു ചേർക്കപ്പെടുന്ന ഒരു ഘട്ടമായതുകൊണ്ട് അത് ഇന്നേക്ക് നിയമസഭയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുള്ളതുകൊണ്ട് മാറ്റിയാണ്. ബാക്കി എല്ലാ ബുധനാഴ്ചയുമാണ് അതിൻ്റെ യോഗം ചേരുക. യഥാർത്ഥത്തിൽ 5ാമത്തെ ആഴ്ചയിലേക്ക് റവന്യൂ സെക്രട്ടേറിയറ്റ് കടക്കുമ്പോഴേക്ക് നമ്മുടെ സംസ്ഥാനത്തെ റവന്യൂ വിഷയങ്ങളിൽ ശ്രദ്ധേയമായ തരത്തിൽ ഇടപെടാൻ റവന്യൂ സെക്രട്ടേറിയറ്റിൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമാണ് എന്നാണ് ഞങ്ങളുടെ പൊതുവായ വിലയിരുത്തൽ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം ഉയർത്തി വിഷൻ ആൻഡ് മിഷൻ 2021-26 എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. അപ്പം അതിൻ്റെ ഭാഗമായി എല്ലാ ആഴ്ചകളിലും റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. എല്ലാ മാസത്തിലും കളക്ടർമാരുടെയും ഡെപ്യൂട്ടി കളക്ടർമാരുടെയും യോഗങ്ങൾ ഈ തീരുമാനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എല്ലാ 2 മാസം കൂടുമ്പോഴും റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന വിധത്തിൽ താലൂക്ക് ഓഫീസർമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും യോഗം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലകളിൽ നിൽക്കുന്ന റവന്യൂ വിഷയങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനുമായി ജില്ലാ റവന്യൂ അസംബ്ലി എന്നൊരു സംവിധാനത്തിന് ഔപചാരികമായി തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ 14 ജില്ലകളുടെയും MLA-മാരും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഡെപ്യൂട്ടി കളക്ടർമാർ, സബ് കളക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളും റവന്യൂ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളും പങ്കെടുക്കുന്ന ജില്ലാ റവന്യൂ അസംബ്ലികൾ 14 മണ്ഡലത്തിലെയും ഇന്നലെ വൈകുന്നേരത്തോടെ പൂർത്തിയായി. ആദ്യഘട്ടം എന്ന നിലയിൽ ഇതെല്ലാം സംഘടിപ്പിക്കപ്പെട്ടത് ILDM എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന റവന്യൂ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രത്തിലാണ്. 14 ജില്ലകളിലെയും മന്ത്രിമാരുൾപ്പെടെയുള്ള MLA-മാരുമായി നടത്തിയ ആശയവിനിമയം വലിയൊരു കരുത്ത് റവന്യൂ വകുപ്പിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഭാഗമായി 100 കണക്കിന് പരാതികൾ MLA-മാർ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരാതികളെല്ലാം ഒന്നിടയില്ലാതെ എല്ലാം രേഖപ്പെടുത്തുന്ന വിധത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഒരു പുതിയ ഡാഷ്ബോർഡ് രൂപീകരിച്ചിരിക്കുക. അത് സെപ്റ്റംബർ ആദ്യവാരത്തിൽ ഔപചാരികമായി പ്രകാശനം ചെയ്യും. MLA-മാർ വിഷൻ ആൻഡ് മിഷൻ 2021-26 ഭാഗമായി എഴുതി നൽകിയതും ഉന്നയിച്ചതുമായ എല്ലാ പരാതികളും മുൻഗണനാ ക്രമത്തിൽ അത് ഉൾപ്പെടുത്തുകയും MLA-മാർക്കും അവരുടെ PA-മാർക്കും നൽകുന്ന ലിങ്കിലൂടെ അവരുന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റവന്യൂ കുടുംബം നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും നേരിട്ട് കാണാനും അതിൻ്റെ പ്രോഗ്രസ് അറിയാനും അവർക്ക് സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഡാഷ്ബോർഡാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റവന്യൂ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനപ്രകാരവും പൊതുവായി ഉയർന്ന അഭിപ്രായങ്ങളനുസരിച്ചും നമ്മുടെ റവന്യൂ ഓഫീസുകളിൽ ലോങ് പെൻഡിങ് ആയിട്ടുള്ള നിരവധി ഫയലുകളുണ്ട് എന്ന ധാരണയുണ്ടായി. അതിനെ ഇപ്പോൾ രേഖപ്പെടുത്തി വരികയാണ്. എത്ര ഫയലുകൾ, എത്ര കാലത്തെ പഴക്കം, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോവിഡ് നടക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള അദാലത്ത് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ റവന്യൂവിൻ്റെ ഫയൽ അദാലത്ത് ആരംഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു. 2021 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ, 4 മാസങ്ങൾ ഉപയോഗപ്പെടുത്തി റവന്യൂ വകുപ്പിൽ കൂടുതൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ തീർപ്പുണ്ടാക്കുന്ന വിധത്തിലായിരിക്കും
ഫയൽ അദാലത്ത് എന്ന സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുക. സാധാരണ നിലവാരത്തിൽ നമ്മുടെ അദാലത്തുകൾ ആരംഭിക്കുന്നത് വില്ലേജ് കേന്ദ്രങ്ങളിൽ നിന്നാണ്, താഴത്തെ കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഇത്തവണ ആ സ്വഭാവത്തിന് മാറ്റം വരുത്തി നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലെ ഫയലുകൾ തീർപ്പാക്കി താഴത്തോട്ട് പോകണം എന്ന ആലോചനയാണ് ഇപ്പോൾ റവന്യൂ സെക്രട്ടേറിയറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് സെപ്റ്റംബർ മാസത്തിൽ സെക്രട്ടേറിയറ്റിലുള്ള മുഴുവൻ ഫയലുകളിലും അടിയന്തരമായി തീർപ്പാക്കാൻ കഴിയുന്ന ഗൗരവ പ്രാധാന്യമുള്ള വിഷയങ്ങൾ എടുത്ത്, ഞങ്ങളിപ്പോൾ കരുതുന്നത് 10 ദിവസം വേണ്ടിവരും എന്നാണ്, റവന്യൂ വകുപ്പ് മന്ത്രിയും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും തന്നെ നേരിട്ട് നേതൃത്വം നൽകി സെപ്റ്റംബർ മാസത്തിൽ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ തീർപ്പാക്കാനുള്ള ഒരു യജ്ഞം ഞങ്ങൾ ആരംഭിക്കും. ഒക്ടോബർ മാസം 1-നും 10-നും ഇടയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെയും സർവേ ഡയറക്ടറേറ്റിലെയും ഫയലുകൾ തീർപ്പാക്കാനുള്ള അദാലത്തുകൾ ഒക്ടോബർ 1-നും 10-നും ഇടയിൽ സംഘടിപ്പിക്കും. ഒക്ടോബർ 10-നും 30-നും ഇടയിൽ സംസ്ഥാനത്തെ 14 ജില്ലാ കളക്ടറേറ്റുകളിലും റവന്യൂവുമായി ബന്ധപ്പെട്ട് ദീർഘമായ കാലാവധിയിൽ പെൻഡിംഗ് ഇരിക്കുന്ന കേസുകൾ പരിഹരിക്കാൻ കളക്ടർമാർ തന്നെ നേതൃത്വം നൽകുന്ന ജില്ലാതല അദാലത്തുകൾ രൂപീകരിക്കുന്നു. അതിനുശേഷം നവംബർ മാസത്തിൽ 77 താലൂക്ക് ഓഫീസുകളിലും ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. താലൂക്ക് ഓഫീസുകളിലെ ഫയൽ അദാലത്തിൽ ജില്ലാ കളക്ടർമാരും ജില്ലയിലെ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും നേരിട്ട് ചെന്നിരുന്ന് ദിവസം തീരുമാനിച്ച് ഫയലുകൾ തീർപ്പാക്കുക എന്ന സംവിധാനമാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഡിസംബർ മാസത്തിലാണ് വില്ലേജ് തലത്തിലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. ഈ അദാലത്തുകളൊന്നും ജനങ്ങളുടെ വന്നു ചേർന്ന് വിളിച്ചു ചേർക്കുന്ന വലിയ യോഗങ്ങളായ അദാലത്തുകളല്ല. ഓഫീസർമാർ പങ്കെടുത്തുകൊണ്ട് ഓഫീസിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അവസാനിപ്പിക്കാനാണ്. ഡിസംബർ മാസത്തെ വില്ലേജ് അദാലത്തുകളിൽ നമ്മുടെ ചാർജ് ഓഫീസർമാരായിരിക്കും നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുക. എനിക്ക് തോന്നുന്നു ഡെപ്യൂട്ടി കളക്ടർമാർ നിലവാരത്തിലുള്ള ഓഫീസർമാർ നേരിട്ട് ചെന്നിരുന്ന് വില്ലേജ് ഓഫീസുകളിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കുക. അപ്പോൾ സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസിൽ വരെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഫയലുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മിഷൻ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള നടപടിക്രമങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള കൃത്യതയോടുകൂടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഭൂമി എന്നുള്ള റവന്യൂ വകുപ്പിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി പട്ടയ വിതരണത്തിലൊരു പ്രത്യേകമായ ശ്രദ്ധയെടുക്കാൻ MLA-മാരുടെ യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ റവന്യൂ അസംബ്ലി എന്ന പേരിൽ നടത്തപ്പെട്ട 14 ജില്ലകളിലെ ആ യോഗങ്ങളിലായി പട്ടയ വിതരണത്തെ സംബന്ധിച്ച് 100 കണക്കിന് പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ലാൻഡ് ട്രിബ്യൂണലുകളെയും താലൂക്ക് ലാൻഡ് ബോർഡുകളെയും കൂടുതൽ ശക്തിപ്പെടുത്തി സമയബന്ധിതമായി അത്തരം പരാതികൾ തീർക്കാനുള്ള ഒരു ഡ്രൈവാണ് യഥാർത്ഥത്തിൽ റവന്യൂ സെക്രട്ടേറിയറ്റ് ആലോചിച്ചതും നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ 100 ദിവസം പൂർത്തീകരിക്കുന്നതിനിടയിൽ 12,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത്. ഏതാണ്ട് 11,500-ലേറെ പട്ടയങ്ങൾ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ആഗസ്റ്റ് മാസത്തോടെ പ്രഖ്യാപിച്ച 12,000 പട്ടയങ്ങളും വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ തയ്യാറെടുക്കും. സെപ്റ്റംബർ ആദ്യവാരത്തിൽ 100 ദിന പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പായി അത് വിതരണം ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടാക്കും. അക്കാര്യം തുടർന്ന് അറിയിക്കുന്നതാണ്. ദേശീയപാത 66-ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കൊച്ചി രാജ്യത്തും മലബാറിലുമായി നിലനിന്നിരുന്ന വില്ലേജുകളിലെ ഭൂമി ഏറ്റെടുക്കലിൽ മലബാർ മേഖലയിലെ തൃശ്ശൂർ ജില്ലയിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കാണം ജന്മമാക്കുന്ന ഒരു പ്രശ്നം ഉയർന്നു വന്നിരുന്നു. MLA-മാർ ആ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരസമിതികൾ ആ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ജന്മമാക്കി ഭൂമി മാറ്റിയില്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഇപ്പോൾ ലഭ്യമാകുന്ന പണം ഉടമസ്ഥന്മാർക്ക് കിട്ടാതെ വരുന്നൊരു സ്ഥിതി ഉണ്ടാകും എന്ന് കണ്ടപ്പോൾ അടിയന്തരമായി റവന്യൂ സെക്രട്ടേറിയറ്റ് ആ കാര്യം പരിശോധിച്ച് കാണം ജന്മമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് 66-ലെ വികസനവുമായി ബന്ധപ്പെട്ട ഭൂമിയെടുക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മുൻഗണനാക്രമം മാറ്റി നിർത്തി തന്നെ പരിശോധിക്കാനും റവന്യൂ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ടൈം നിലനിർത്തിക്കൊണ്ട് തന്നെ 60 ദിവസത്തിനുള്ളിൽ
ദേശീയപാത 66 ബന്ധപ്പെട്ട സ്ഥലമെടുപ്പിൽ പങ്കാളികളാകുന്ന ആളുകളുടെ അപേക്ഷകൾ പൂർത്തീകരിച്ച് കാണൻ ജന്മമാക്കി നൽകണം എന്ന നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ നടപടികൾ പ്രത്യേകിച്ച് കുന്നംകുളം, ഇരിഞ്ഞാലക്കുട ലാൻഡ് ട്രിബ്യൂണലുകളെ കേന്ദ്രീകരിച്ച് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ 24/2/2021 പുറത്തിറങ്ങിയ സർക്കുലറുമായി ബന്ധപ്പെട്ട് SRO ആയി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്കും നിലവിൽ വന്നിരുന്നു. ആ സംശയങ്ങളിൽ റവന്യൂ വകുപ്പ് അഭിപ്രായം രേഖപ്പെടുത്തുകയും നിയമവകുപ്പുമായി അത് ചർച്ച ചെയ്യുകയും നിയമവകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഒരു സർക്കുലർ പ്രത്യേകമായി തയ്യാറാക്കി താഴത്തേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർന്ന ഒരു ഘട്ടത്തിലാണ് ഫോർട്ട് കൊച്ചിയിൽ RDO ഓഫീസിൽ ചില നടപടികൾക്ക് റവന്യൂ വകുപ്പ് മുതിരേണ്ടി വന്നത്. ഇതേസമയം കേരളത്തിലെ RDO ഓഫീസുകളിൽ ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉള്ളത് റെക്കോർഡ് ചെയ്യണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 6 ഒറ്റ ദിവസം എടുത്തുകൊണ്ട് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ക്ലീൻ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ RDO ഓഫീസുകളിൽ നിലനിൽക്കുന്ന പരാതികൾ ഡിജിറ്റൽ രൂപത്തിൽ അതിൻ്റെ റെക്കോർഡ് നമ്മുടെ കയ്യിൽ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി വരാനുള്ള സംവിധാനം നടത്തപ്പെട്ടു. അതൊരു വലിയ വിജയമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളല്ല, ഈ അപേക്ഷകൾ കുന്നുകൂടപ്പെട്ട സാഹചര്യത്തിൽ അതിലൊരു സുതാര്യത ഉണ്ടാക്കുക എന്ന് മാത്രമേ നടപടികൾ കൊണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളൂ. പ്രത്യേകമായി ഏതെങ്കിലും പരാതികളുടെ അടിസ്ഥാനത്തിലല്ല, തുടർന്ന് പരാതി ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു സുതാര്യത ഉറപ്പുവരുത്താനുള്ള നടപടിയാണ് സർക്കാർ ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളിൽ ഏജന്റുമാർ എന്ന വിധത്തിൽ രംഗപ്രവേശം ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽ ആളുകൾ പോയി വീഴാതെ ശ്രദ്ധിക്കണം. സുതാര്യമായ നടപടിക്രമങ്ങളുമായി തരംമാറ്റം നടപടികൾ കൊണ്ടുപോകാൻ ഇപ്പോൾ ശ്രമം നടത്തിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ ഇപ്പോൾ നിലനിൽക്കുന്ന റിലീഫ് എന്ന് പറയപ്പെടുന്ന പോർട്ടൽ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം കാണാൻ കഴിയുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ അതിൻ്റെ രൂപഘടനയിൽ ഒരു മാറ്റം വരുത്തി ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ടാൽ അവിടെ വീട് തകരുകയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാവുകയോ ചെയ്താൽ അവിടെ നിന്ന് തന്നെ മൊബൈൽ ഫോണിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് റിലീഫിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനും അതിൻ്റെ നടപടിക്രമങ്ങൾ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്രങ്ങളിൽ കാണാനും കഴിയുന്ന വിധത്തിൽ സുതാര്യമാക്കി റിലീഫ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നൊരു നടപടിയും റവന്യൂ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ അധികാരത്തിൽ വന്ന് 75 ദിവസക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വിവിധ വകുപ്പുകളിലായി റവന്യൂ കുടുംബം 685 ഒഴിവുകൾ, അതിൽ ചിലത് സബ്ജക്ട് ടു ദ ഫൈനൽ വെർഡിക്റ്റ് ഓഫ് ദ കോർട്ട് എന്ന നിലവാരത്തിലാണെങ്കിലും അത്രയും ഒഴിവുകളെല്ലാം പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വകുപ്പ് മേധാവികൾ ഇക്കാര്യത്തിൽ പുലർത്തിയിട്ടുള്ള സർക്കാരിൻ്റെ അഭിപ്രായം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയൊരു നടപടിയുടെ ഭാഗമാണ് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് നമ്മുടെ ILDM കഴിഞ്ഞ 14 ദിവസക്കാലമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ റവന്യൂ അസംബ്ലി എന്ന പേരിൽ ജില്ലയിലെ MLAമാരും റവന്യൂ രംഗത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാരും അവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും പരസ്പരം പങ്കുവയ്ക്കുകയും പരിഹാരം കാണുകയും ചെയ്യുന്നൊരു വേദിയാക്കി മാറ്റാൻ കഴിഞ്ഞത് വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് എന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു. ILDMനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് എന്നുകൂടി ഈ കാര്യത്തിൽ അറിയിക്കുകയാണ്. സ്വാഭാവികമായിട്ടും റവന്യൂ രംഗത്ത് നിലനിൽക്കുന്ന പരാതികൾ പരിഹരിക്കാനും കൂടുതൽ ജനകീയവും സുതാര്യവുമായി മാറാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട റവന്യൂ സെക്രട്ടേറിയറ്റും ഈ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തിനകത്ത് നടത്താൻ പോകുന്ന വിവിധ ഘടകങ്ങളിലെ റവന്യൂ അദാലത്തുകളും പട്ടയ വിതരണത്തിന് നടത്തുന്ന പ്രത്യേക മിഷനും ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരവും അടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഓരോ റവന്യൂ സെക്രട്ടേറിയറ്റും റവന്യൂ രംഗത്ത് ശ്രദ്ധേയമായ തരത്തിലുള്ള പുതിയ പരിഷ്കരണങ്ങളുടെ വേദിയായി മാറും. മാധ്യമ സുഹൃത്തുക്കൾ ജനങ്ങളുടെ മുമ്പിൽ ഇക്കാര്യം അവതരിപ്പിക്കാനുള്ള കാര്യത്തിൽ
നല്ലതുപോലെ ഞങ്ങളോട് സഹകരിക്കണം. ഓരോ റവന്യൂ സെക്രട്ടേറിയറ്റും പ്രത്യേകിച്ച് നല്ല തരത്തിൽ കാര്യങ്ങൾ ആലോചിക്കാനും അതിൻ്റെ ബ്രീഫിംഗ് പത്രമാധ്യമ സുഹൃത്തുക്കളുമായി തുടർച്ചയായി നടത്താനും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.